സത്യം പറഞ്ഞാൽ ചായയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുടിച്ച് ശീലിച്ചത് കൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ ഞാൻ എടുക്കും. ആ ചായയിൽ ഒരു ഹാഫ് ഗ്ലാസ്സേ ഞാൻ കുടിക്കത്തുള്ളൂ. പിന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് മുഴുവനും കുടിക്കും. അപ്പോൾ ഇന്നതേ ചായ കുടിക്കുന്നതിന് മുന്നേ എനിക്ക് ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് അപ്പം തന്നെ ചായ കുടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചായ കുറച്ച് നീക്കി അങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് ദേ ഇങ്ങനെ ഈ ഒരു കെറ്റിലിൽ നല്ല ഭംഗിയിലൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ചുമ്മാ ഒരു രസത്തിന്. അങ്ങനെ അതേ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിയിൽ മട്ട് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു മൂടങ്ങ് പോയി. പിന്നെ സാരമില്ല, അതിൽ അരിച്ചിട്ടാണ് വരുന്നത്, എന്താണാവോ എൻ്റെ ചായപ്പൊടി കുറച്ച് അടിയിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ദേ ചായ കുടിക്കുകയാണ്. ഒന്നോ രണ്ടോ സിപ്പ് കുടിക്കും, കുടിച്ചിട്ട് അങ്ങോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കുഞ്ഞിയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞിക്കാണെങ്കിൽ നല്ല മൂഡൊന്നും അല്ല. ചില ദിവസങ്ങളിൽ നല്ല മൂഡായിരിക്കും, ചില ദിവസങ്ങളിൽ അത്ര നല്ല മൂഡായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ല മൂഡല്ല. രാവിലെ തന്നെ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന അവിടുത്തെ എന്നെ തള്ളി മാറ്റിയിട്ട് എൻ്റെ ബാക്കിൽ കയറി ഇരിക്കണം. എന്നിട്ട് ഒരു കുഞ്ഞ് സിസേഴ്സ് ഉണ്ട്, അതെടുത്തിട്ട് കൊടുക്കണം. എൻ്റെ മുടി അവന് മുറിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് വേണ്ട, അത് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എനിക്ക് വഴക്ക് പറയാനും ബഹളം വെക്കാനും ഒന്നും ഒട്ടും താല്പര്യമില്ല. പക്ഷെ എന്താ ചെയ്യുക, മുടി മുറിച്ചേ പറ്റൂ എന്നുള്ള വാശിയല്ലേ. അങ്ങനെ രാവിലെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വ്യൂ. നേരെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാം. അങ്ങനെ അവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ അതേ കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടായിരുന്നതാ, അത് നേരെ എടുത്തുകൊണ്ട് എന്നിട്ട് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് കുഞ്ഞിയാശാൻ അവിടെ വന്ന് നിന്നിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സൈഡിൽ ഇതേ പോയി നിന്നിട്ട് വെയിൽ കൊള്ളുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം ഇവനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ വെയിൽ കൊള്ളാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി അത് ഓർത്തിട്ട് ഞാനിത് വിരിച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഇതുപോലെ വെയിൽ കൊള്ളുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്തതാണ്. അങ്ങനെ പുള്ളി സ്വന്തമായി വെയിലൊക്കെ കൊണ്ട് ഇത് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. പിന്നെ അതേ എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കും കേട്ടോ. ഞാൻ ഈ ബോട്ടിലിൽ നിന്ന് അല്ലെ ജഗ്ഗിൽ നിന്നൊന്നും എടുത്ത് കുടിക്കത്തില്ല. അപ്പം ഇതുപോലെ എനിക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. വെള്ളം കുടിക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ വെള്ളം കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊക്കെയാണ്, പക്ഷെ അതൊക്കെ മറന്നു പോവും. നമ്മുടെ ആളിവിടെ ഉള്ളത് കൊണ്ട് കുഞ്ഞിയുടെ പുറകെ ആയിരിക്കും കൂടുതൽ സമയം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു, കുറച്ച് കുടിച്ചു, ഒരു സിപ്പ്, അതാണ് എൻ്റെ വെള്ളം കുടി. അങ്ങനെ അത് അവിടെ കുടിച്ചിട്ട് നീക്കി വെച്ചു. പിന്നെ അതേ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ദോശയുടെ ബാറ്റർ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല, പക്ഷെ കുഞ്ഞിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുഞ്ഞി വേറെ വലിയ കാര്യമായിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും അത്ര ഇൻട്രസ്റ്റിൽ രാവിലെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ദോശയും വൈറ്റ് കളറിലുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു ദോശയൊക്കെ കഴിക്കും കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ചിലപ്പോൾ ആ ഒരു ദോശയായിരിക്കും അവൻ വൈകുന്നേരം വരെ കഴിച്ചിട്ടുണ്ടാവുക. അപ്പം രാവിലെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കും മൂഡ് ഓക്കെ ആവും, അവൻ എന്തെങ്കിലും കഴിച്ചല്ലോ. അങ്ങനെ രാവിലെ തന്നെ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവന് വൈറ്റ് കളറിലുള്ള ഒരു ചട്നി ഉണ്ട്, അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ദോശയ്ക്ക് ഞാൻ വേറെ എന്ത് കറി കൊടുത്താലും അത് വേണമെന്ന് പറയും. അങ്ങനെ രാവിലെ തന്നെ അവന് മാത്രമായിട്ട് കുറച്ച് ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് ദോശ വലിയ താല്പര്യമില്ല, പൊതുവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യമില്ല. ഞാൻ ഫുഡ് കഴിക്കൽ പൊതുവെ ഇത്തിരി കുറവാണ് കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വിശപ്പ്. അപ്പോൾ അവന് മാത്രമായിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സബോളയും ഒരു കുഞ്ഞു മുറി ഒരു സബോളയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ച് ഉപ്പും ചേർത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു സംഭവം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനത് മതി. പൊതുവേ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അവൻ എൻ്റെ പിന്നാലെ കൂടും കേട്ടോ. കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. പക്ഷേ അവന് കിച്ചണിൽ ഓരോന്ന് ചെയ്യിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ ഹൈറ്റിലാണ് നമ്മുടെ കുക്കിംഗ് റേഞ്ചൊക്കെ ഇരിക്കുന്നത്. അപ്പം പൊള്ളുമൊക്കെ ചെയ്യും, പക്ഷേ എന്ത് ചെയ്താലും അവൻ സമ്മതിക്കില്ല. അവൻ ഒന്നെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കും, അപ്പോൾ പിന്നെ അവനെ എടുത്ത് പിടിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അത് കരിയാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്കിത് ഇടണമല്ലോ. പക്ഷേ ഇവൻ തോളത്ത് കയറി ഇരിക്കുക, അപ്പോൾ ഇവനെ അവിടെ കയറ്റി ഇരുത്തി ഞാൻ കൂടുതൽ
കൂടുതൽ സമയം അവൻ അവിടെ കയറ്റിയിരുത്തും. അവിടെ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ എടുത്തു പിടിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവനുള്ള ചമ്മന്തി വേഗം റെഡിയാക്കുകയാണ്. രാവിലെ എനിക്ക് മൂഡ് പോയി, അവനെ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ അവനെ ശ്രദ്ധിക്കാൻ നമുക്ക് അങ്ങോട്ട് പറ്റില്ല. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ അവൻ അവിടെ വേറെ എന്തെങ്കിലും ഒപ്പിക്കും. അങ്ങനെ നമുക്കത്ര ഒരു സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ അവനെപ്പോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ മൂഡ് സ്വിങ്സ്. അപ്പം രാവിലെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ലെങ്കിൽ ചിലപ്പം അന്നത്തെ ദിവസം എനിക്കും ദേഷ്യമൊക്കെ ആയിരിക്കും. ഇന്ന് ഞാൻ അത്ര നല്ല മൂഡിലല്ല കേട്ടോ. പിന്നെ ഈ പീരീഡ്സ് ആവാറാവുമ്പോഴത്തേക്കിനും ഒരാഴ്ച മുന്നേ ഞാൻ ഭദ്രകാളിയെ പോലെയാണ് ഇപ്പോൾ. കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. എനിക്ക് നന്നായിട്ടത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തേക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ആ ഒരു ടൈം പീരീഡിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഞാനിങ്ങനെ ഒരു കലിപ്പ് മോഡിൽ നടക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ അതേ ദോശ ചുടുവാണ്. ഒറ്റ ഒരു ദോശ ചുട്ടാൽ മതി കുഞ്ഞിക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത പരിപാടികളാണ്. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ അവനെ എന്തെങ്കിലും കഴിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ദോശ ചുടാനായിട്ട് എന്നെയും കൊണ്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ ചുടണം, അവൻ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനും പിടിച്ചേക്കുകയാണ്. പിടിച്ച പിടി വിടത്തില്ല കേട്ടോ. അമ്മയുടെ മോൻ തന്നെയാണ്, പിടിച്ച സാധനത്തിൽ നിന്ന് വിടത്തില്ല. അങ്ങനെ അതെ രാവിലെ തന്നെ അമ്മയും മോനും കൂടി പൊരിഞ്ഞടിയാണ് അവിടെ കിടന്നിട്ട്. അങ്ങനെ അവനെ അവിടെ കയറ്റി ഇരുത്തി ആ ദോശ ഒന്ന് പരത്തി സെറ്റാക്കി എടുത്തു ഒരു വിധത്തിൽ. വേറെ എന്ത് ഫുഡിലും നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കില്ല കേട്ടോ. കുഞ്ഞിലെ തൊട്ട് അങ്ങനെയാണ്, നെയ്യ് അവൻ കഴിക്കത്തേ ഇല്ല. പക്ഷേ ഈ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെയ്യ് അറിയാണ്ടങ്ങ് കഴിച്ചു പോക്കോളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ചധികം നെയ്യ് അതിലിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലും അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവനുള്ള ദോശ വേഗം നല്ല പപ്പടം പോലത്തെ ദോശയാണ് കേട്ടോ അവന് ഇഷ്ടം. ഇങ്ങനെ കടിക്കുമ്പോൾ പൊടിഞ്ഞു വീഴുന്ന രീതിയിൽ അവന് ക്രിസ്പി ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതേ അവൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവൻ കഴിക്കുന്നിടത്തേക്ക് ഫോണും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് ഫോൺ താന്നും പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഫോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും പിടിച്ചിട്ടിരിക്കും. അതുകൊണ്ട് കൊടുക്കാൻ രക്ഷപ്പെടാനായിട്ട് വേഗം ഫോൺ മാറ്റി ഞാൻ. പിന്നെ ഉച്ചക്കത്തേക്ക് പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം അത് പീലൊക്കെ ചെയ്തെടുക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പീൽ ചെയ്യുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പീലിങ്. അപ്പം ഇതുപോലെ പീൽ ചെയ്തിട്ട് ചുമ്മാ മെഴുക്ക് വരട്ടി, നല്ല സിമ്പിളായിട്ട് മെഴുക്ക് വരട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഴുക്ക് വരട്ടി. വേറെ എന്തോ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്തായിരുന്നോ എന്നുള്ളത് എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്തോ ഒരു ചാറുകറിയോ എന്തോ മീനാണോ എന്തോ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെഴുക്ക് വരട്ടി വെക്കുന്നത് കേട്ടോ. അപ്പം അത് നമ്മൾ വേഗം കട്ട് ചെയ്ത് ഇടുകയാണ്. എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേ ചോറ് വെച്ചിട്ട് അത് ഊറ്റുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലൊരു സംഭവം കിടക്കുന്നതുണ്ടോ, സ്പൂണ്. ഇപ്പോൾ സ്പൂൺ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുന്നത്. സ്പൂൺ ഇട്ടിട്ട് ചോറ് വെക്കുന്നതെന്നല്ല, കുക്കറിൽ നിന്ന് വിസിലടിച്ചിട്ട് പുറത്തേക്ക് തെറിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടായിരുന്നു ഇതുപോലെ സ്പൂൺ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് സ്പൂണൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം ചോറ് വെക്കുന്നത്. അങ്ങനെ ഇതാണ്ട് നമ്മുടെ മെഴുക്ക് വരട്ടിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഖത്താരിക്ക് പോയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.